ആശാവർക്കർമാരുടെ സമരത്തിൽ അനുനയ നീക്കവുമായി സർക്കാർ. ധനവകുപ്പ് ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചു. കുടിശ്ശിക നൽകാൻ 52,85,00,000 രൂപ അനുവദിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനം ആയിട്ടില്ല. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഗുഡ് ഈവനിങ്. അരുൺ സോളമൻ, ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. സർക്കാർ അനുനയ നീക്കവുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഓണറേറിയം കുടിശ്ശിക കൊടുക്കാമെന്ന് സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് ആശാവർക്കർമാർ തൃപ്തിപ്പെടാനുള്ള സാഹചര്യമുണ്ടോ? അരുൺ, ഈ സർക്കാരിൻ്റെ ഈ നീക്കം തന്നെ ഏറ്റവും ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമെന്ന് തന്നെ പറയാം. കാരണം ഈ ധനകാര്യ വകുപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇപ്പോൾ പുറത്തിറക്കിയത് അത് ഒരു പ്രചാരം ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഈ ഓർഡർ 11-ാം തീയതി തന്നെ ഇവർക്ക് ലഭിച്ചതാണ്. ഇതൊരു സർക്കുലർ നേരത്തെ ലഭിച്ചതാണ്. ഇതിലിപ്പോൾ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിൽ കുടിശ്ശികയാകുമ്പോൾ ഈ സർക്കാർ പലപ്പോഴും ഒരു 2-3 മാസമാകുമ്പോൾ കൊടുത്തവരെ തൃപ്തിപ്പെടുത്തി പോന്നിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല അവരുടെ ആവശ്യം. ഇത് ദീർഘനാളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏറ്റവും പ്രധാനമായും ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കണം. അത് മാത്രമല്ല, ഈ പിരിഞ്ഞു പോകുന്നവർക്ക് കൃത്യമായിട്ടൊരു 5 ലക്ഷം രൂപയെങ്കിലും ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ BK സദാനന്ദ മാഷ് നമുക്കൊപ്പമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 52 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. അത് ആരെ സംതൃപ്തിപ്പെടുത്താനാണ്? നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ ആണോ നീക്കം, അല്ല സമരം അവസാനിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ അനുവദിച്ചു എന്ന് പറയുന്നത് അതിശയകരമാണ്. യഥാർത്ഥത്തിൽ ഫെബ്രുവരി 11-ാം തീയതി തന്നെ അതിൻ്റെ ഉത്തരവ് വന്നതാണ്, അതിൻ്റെ സർക്കുലർ വന്നതാണ് ഈ പണം അനുവദിച്ചുകൊണ്ട്. പക്ഷേ അത് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. സാധാരണ രീതിയിൽ അങ്ങനെയാണ്, ആഴ്ചകളെടുക്കും. അവർ പ്രഖ്യാപനം നടത്തിയാലും സർക്കുലർ വന്നാലും ആഴ്ചകളോളം എടുക്കും അത് കിട്ടാൻ. അപ്പോൾ ഞങ്ങളുടെ NSM ഉദ്യോഗസ്ഥരായിട്ട് നടത്തിയ ചർച്ചയിലും മന്ത്രിയായിട്ട് നടത്തിയ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞതാണ്, അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഓണറേറിയത്തിലുള്ള വർധനവാണ്. 7,000 രൂപയൊന്നും ആർക്കും കിട്ടാറില്ല ഓണറേറിയം. കാരണം ഈ മാനദണ്ഡങ്ങളനുസരിച്ച് വെട്ടിക്കുറവ് വരും. ഇനി 7,000 അംഗീകരിച്ച് കൊടുത്താൽ പോലും 233 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കുടുംബം പുലർത്താൻ പറ്റില്ല. ആശാവർക്കറുടെ 233 രൂപ കേരളത്തിലെ ഒരു കുടുംബം എങ്ങനെ പുലർത്താനാണ്? അപ്പോൾ അതുകൊണ്ട് അതിലുള്ള വർധനവാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഓണറേറിയത്തിൽ വർധനവ് വരണം. രണ്ടാമത്തെ കാര്യം, പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർ ഇപ്പോൾ 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അവർ. നേരത്തെയുള്ള ഉത്തരവാണ്, അത് ഫ്രീസ് ചെയ്തെന്ന് മന്ത്രി ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രീസ് ചെയ്തിട്ടില്ല. ആ ഉത്തരവ് നിലവിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുക, ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ആ ഉത്തരവാണ് നിലനിൽക്കുന്നത്. 62 വയസ്സിൽ പിരിഞ്ഞു പോകണം, അതാണ് പറഞ്ഞത്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക്, ആശാവർക്കർമാർക്ക് ഒരു തുക കൊടുക്കണം. ബംഗാളിൽ 5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. 2020 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണത്. അതുകൊണ്ട് കേരളത്തിൽ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും 18 വർഷം ജോലി ചെയ്ത് പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് ഒരു തുക 5 ലക്ഷം രൂപ മിനിമം എങ്കിലും. ഓക്കെ, അരുൺ സോളമൻ, ന്യായമായ ആവശ്യമാണ്. 233 രൂപ കൊണ്ട് കേരളത്തിൽ ഒരു കുടുംബം പുലർത്തണം എന്ന നിലയിലേക്ക് പോകണം. ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കട്ടെ അരുൺ സോളമൻ, ഈ സമരം അവസാനിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സർക്കുലർ നേരത്തെ 11-ാം തീയതി തന്നെ വന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ജനങ്ങളെ, കേരളത്തിലെ സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. നേരത്തെ തന്നെ ഈ സമരത്തെ ഈ സമരം ചെയ്യുന്ന ഓരോ മനുഷ്യരെയും അവഹേളിക്കുന്ന ഒരു നിലപാടായിരുന്നു KN ബാലഗോപാൽ എടുത്തത്. അതിൽ നിന്നും മാപ്പ് പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന 20-ാം തീയതി മഹാസംഗമം എന്ന നിലയിൽ ഈ സമരം വളരെ രൂക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അവരാവശ്യപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അതിൽ വ്യക്തത വരുത്തി അവരുടെ ഓരോ പ്രധാനപ്പെട്ട ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനത്ത് 5 ലക്ഷം രൂപ ആനുകൂല്യമായി നൽകുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് അത് നൽകില്ല എന്ന് പറയുമ്പോൾ അതൊരു വാശി കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. 27,000-ഓളം വരുന്ന നമ്മളുടെ അംഗൻവാടിയിലെ ആശാവർക്കർമാർ, ആ ആശാവർക്കർമാർക്ക് ഒരു ദിവസം കിട്ടുന്ന അതിഥി തൊഴിലാളികൾക്ക് പോലും 600-700 രൂപയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ആശാവർക്കർമാർക്കാണ് ഏറ്റവും കുറച്ച് പ്രതിഫലം ലഭിക്കുന്നത് എന്നുള്ളത് ലജ്ജാകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് പറയുമ്പോൾ ബംഗാൾ ഇതിനകം തന്നെ 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ അക്കാര്യത്തിലും തീരുമാനമെടുത്തിട്ടില്ല. സമരം തുടരും.